ഹലോ, ഗൾഫിലെ അക്കൗണ്ടിംഗ് ജോബ് നോക്കുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കാൻ സാധ്യതയുള്ള ഒരു ടേമാണ് ഗൾഫ് വാറ്റ്. പക്ഷേ ഗൾഫ് വാറ്റ് എന്താണ്? അതെങ്ങനെ ഫയൽ ചെയ്യണം? അതെങ്ങനെ രജിസ്റ്റർ ചെയ്യണം? ഇൻപുട്ട് വാറ്റ്, ഔട്ട്പുട്ട് വാറ്റ് ഒക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലർക്കും അറിയണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഗൾഫ് വാറ്റ് സീരീസിൽ നമ്മൾ GCC വാറ്റ് ആൻഡ് UAE വാറ്റ് എന്താണെന്നുള്ളത് മലയാളത്തിൽ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ GCC വാറ്റ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്ലാസ് ഫുള്ളായിട്ട് നിങ്ങൾ കാണുക. ഇത് 2 സെക്ഷനായിട്ടായിരിക്കും ഈ ക്ലാസ് വരുന്നത്. ആദ്യം GCC വാറ്റ് എന്താണെന്നുള്ള ഒരു കംപ്ലീറ്റ് ഓവർവ്യൂ ആയിരിക്കും വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ UAEയുടെ വാറ്റ് എങ്ങനെയാണെന്നുള്ളതിലേക്ക് പോകും. അപ്പം ക്ലാസ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ UAEയിലാണ്, UAEയിൽ ഒരു അക്കൗണ്ടൻ്റ് ആണ്. ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമേ നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ. ആദ്യം നമ്മൾ പോകാൻ പോകുന്നത് GCC വാറ്റിൻ്റെ ഓവർവ്യൂവിലേക്കാണ് കേട്ടോ. അപ്പോൾ GCC എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ. ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? GCC എന്ന് പറയുന്നത്. അപ്പോൾ ഈ GCC എന്ന് പറയുന്നത് 6 ഗൾഫ് കൺട്രീസ് ചേരുന്ന ഒരു അലയൻസിനെയാണ് നമ്മൾ GCC എന്ന് പറയുന്നത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് റിയാദിലാണ്. ആൻഡ് GCC കൺട്രീസ് എന്ന് പറയുന്നത് ഓരോ മെമ്പർ കൺട്രീസിനും അവരുടേതായിട്ടുള്ള സെപ്പറേറ്റ് വാറ്റ് ലോസും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട സെപ്പറേറ്റ് റൂൾസും ഒക്കെ ഉണ്ട്. എന്തിനാണ് ഈ GCC എന്ന് പറഞ്ഞൊരു കൗൺസിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മെമ്പർ കൺട്രീസിൻ്റെ ഇടയ്ക്കൊരു നല്ലൊരു എക്കണോമിക് കോപ്പറേഷൻ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു കോമൺ മാർക്കറ്റ് കൊണ്ടുവരിക, പൊളിറ്റിക്കലി നല്ലൊരു കോർഡിനേഷൻ കൊണ്ടുവരിക, ഒരു റീജിയണൽ സെക്യൂരിറ്റി കോപ്പറേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ മെമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവരാനും കുറേ കൂടെ ഈസിലി ആയിട്ട് അവർക്ക് അവരുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കൗൺസിൽ അവർ രൂപീകരിച്ചത്. ഇനി ഏതൊക്കെ കൺട്രീസാണ് ഈ GCCയിലെ മെമ്പേഴ്സ് നമുക്ക് നോക്കാം. 6 ഏതാണുള്ളത്? ഫസ്റ്റാണ് UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. രണ്ടാമത് വരുന്നത് കിങ്ഡം ഓഫ് ബഹ്റൈൻ, അതായത് ബഹ്റൈൻ. മൂന്നാമത് വരുന്നത് സൗദി അറേബ്യ. പിന്നെ നാലാമത് വരുന്നത് ഒമാൻ. പിന്നെ അഞ്ചാമത് ഖത്തർ. ആൻഡ് ആറാമത് കുവൈറ്റ്. ഇനി ഓരോ കൺട്രീസിനും അവരുടേതായ സെപ്പറേറ്റ് കറൻസീസ് ആണുള്ളത്. UAEക്ക് വരുന്നത് UAE ദിർഹമാണ്. ആൻഡ് അവരുടെ ക്യാപിറ്റൽ വരുന്നത് അബുദാബിയാണ്. ബഹ്റൈൻ്റെ കറൻസി വരുന്നത് ബഹ്റൈനി ദിനാറാണ്. ആൻഡ് അവരുടെ ക്യാപിറ്റൽ സിറ്റി വരുന്നത് മനാമയാണ്. പിന്നെ സൗദി അറേബ്യയുടെ കറൻസി വരുന്നത് സൗദി റിയാലാണ്. ആൻഡ് അവരുടെ ക്യാപിറ്റൽ റിയാദാണ്. പിന്നെ ഒമാൻ വരുന്നു. ഒമാൻ്റെ കറൻസി ഒമാനി റിയാൽ ആൻഡ് ക്യാപിറ്റൽ മസ്കറ്റ്. ഖത്തർ ഖത്തറി റിയാൽ ആൻഡ് അവരുടെ ക്യാപിറ്റൽ ദോഹ. കുവൈറ്റ് കുവൈത്തി ദിനാർ ആൻഡ് അവരുടെ ക്യാപിറ്റൽ കുവൈറ്റ് സിറ്റി. ഇതിൽ കുവൈറ്റിൻ്റെ ദിനാർ എന്ന് പറയുന്നത് വളരെയധികം സ്ട്രോങ്ങസ്റ്റ് ആൻഡ് ഹൈ വാല്യൂ ഉള്ള കറൻസിയാണ് വരുന്നത്. ആൻഡ് ഇവർക്ക് ഓരോരുത്തർക്കും വാറ്റ് ഇംപ്ലിമെൻ്റ് ആയ ഡേറ്റ് സെപ്പറേറ്റ് ആണ്. അതായത് ഇപ്പം UAEയിൽ നോക്കുവാണെങ്കിൽ January 1, 2018 വാറ്റ് സ്റ്റാർട്ടായത്, ഇംപ്ലിമെൻ്റ് ആയത്. ആൻഡ് പക്ഷേ ബഹ്റൈനിൽ നോക്കുവാണെങ്കിൽ January 1, 2019 ഇംപ്ലിമെൻ്റ് ആയത്. സൗദിയിലും UAEയിലും ഒരേ സമയത്താട്ടോ സ്റ്റാർട്ടായത്. പിന്നെ ഒമാനിലാണെങ്കിൽ അത് April 16, 2021 വാറ്റ് ഇംപ്ലിമെൻ്റ് ആയത്. പക്ഷേ ഖത്തറിലും കുവൈറ്റിലും ഇപ്പോഴും വാറ്റ് ഇംപ്ലിമെൻ്റ് ആയിട്ടില്ല. മനസ്സിലായോ? ഇനി ഇവർക്ക് ഓരോരുത്തർക്കും വാറ്റിൻ്റെ റേറ്റ് വരുന്നത് ഡിഫറെൻ്റ് ആണ്. UAEയിലും ഒമാനിലും 5% ആണ് വാറ്റിൻ്റെ റേറ്റ് വരുന്നത്. ബഹ്റൈനിൽ 10%, സൗദിയിൽ 15% വരുന്നത്. ഇനി ഓരോ കൺട്രീസിനും അവരുടേതായിട്ടുള്ള സെപ്പറേറ്റ് ടാക്സ് അതോറിറ്റി ഉണ്ട്. ഇപ്പം UAE നോക്കുകയാണെങ്കിൽ FTA, അതായത് ഫെഡറൽ ടാക്സ് അതോറിറ്റിയാണ് അവരുടെ ടാക്സ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ബഹ്റൈൻ നോക്കുകയാണെങ്കിൽ അവർക്ക് NBR ആണ് വരുന്നത്, അതായത് നാഷണൽ ബ്യൂറോ ഫോർ റവന്യൂ. സൗദിക്ക് സാറ്റ്ക, അതായത് സാക്കത്ത് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റി. പിന്നെ ഒമാന് വരുന്നത് OTA, അതായത് ഒമാൻ ടാക്സ് അതോറിറ്റി. ടാക്സ് അതോറിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമ്മൾ UAE വാറ്റിൻ്റെ വീഡിയോയ്ക്കകത്ത് ക്ലിയർ ആയിട്ട് പറയാം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ടാക്സ് അതോറിറ്റി. ഈ FTA കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ളത് മനസ്സിലാവും. ഇത് ഒരു കൺട്രിയുടെ, ഇപ്പോൾ UAE വാറ്റ് നമ്മൾ പഠിക്കുമ്പോൾ ബാക്കിയുള്ള കൺട്രീസിനും ഈ സിമിലർ തന്നെ ആയിരിക്കും. അവരുടെയും അതോറിറ്റിയുടെ പർപ്പസും ഇതൊക്കെ സിമിലർ തന്നെ ആയിരിക്കും. പിന്നെ ഇപ്പോൾ വാറ്റിൻ്റെ റേറ്റ് മാത്രം പെർസെൻറ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക, അതൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ GCC കൺട്രീസ് മെയിനായിട്ട് ലെവി ചെയ്യുന്ന ടാക്സ് വരുന്നത് വാറ്റ്, കോർപ്പറേറ്റ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി. ഈ 3 ടാക്സാണ് അവർ ലെവി ചെയ്യുന്നത്. അത് ഓരോ കൺട്രീസിനും അവരുടേതായിട്ടുള്ള ടാക്സ് ലോസ് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ചില കൺട്രീസ് പ്രോപ്പർട്ടി ടാക്സ്, ടൂറിസം ടാക്സ്, കസ്റ്റംസ് ഡ്യൂട്ടി, സെക്ടർ സ്പെസിഫിക് ടാക്സസ് അതൊക്കെ ഇമ്പോസ് ചെയ്യാറുണ്ട്. പിന്നെ ഓയിൽ കമ്പനീസിൻ്റെ സെപ്പറേറ്റ് ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, ഫോറിൻ ബാങ്കിൻ്റെ, അതുപോലെ സ്പെസിഫൈഡ് ഇൻഡസ്ട്രീസിന് അവരുടേതായിട്ടുള്ള ടാക്സസ് ഒക്കെ വരും. ഈ ഓയിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, GCC കൺട്രീസിൻ്റെ അവരുടെ മേജർ റവന്യൂ വരുന്നത് ഈ ഓയിൽ അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ ബിസിനസ്സിൽ നിന്നാണ്. അപ്പം അതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ടാക്സ് ഉണ്ടാവും. അടുത്തത് എന്താണ് ഈ വാറ്റും കോർപ്പറേറ്റ് ടാക്സ് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം.
ഇപ്പം വാറ്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. നമ്മളൊരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് നമ്മൾ സപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓരോ സ്റ്റേജിലും എന്ത് ചെയ്യും, ഒരു ടാക്സ് പിടിക്കും. അതാണ് ഈ വാറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ വാറ്റ് നമ്മൾ ഓരോ സ്റ്റേജസ് ഓഫ് ഇപ്പം സപ്ലൈയിലും ഇത് വാറ്റ് പിടിക്കുമെങ്കിലും അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ബർഡൻ വരുന്നത്, അതായത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അൾട്ടിമേറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വാറ്റ് ഫുള്ള് കളക്ട് ചെയ്യുന്നത്. അതെന്താ വാറ്റ് മെക്കാനിസം എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി കോർപ്പറേറ്റ് ടാക്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് കമ്പനിയുടെ പ്രോഫിറ്റ്സിൻ്റെ മേളിലായിരിക്കും ചാർജ് ചെയ്യുന്നത്. അപ്പോൾ വാറ്റ് എന്താണ്? വാറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് സപ്ലൈ ചെയ്യുമ്പോൾ ചാർജ് ചെയ്യുന്ന ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ് വാറ്റ്. പക്ഷേ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ മേളിൽ ചാർജ് ചെയ്യുന്ന ഒരു ടാക്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് വാറ്റിൻ്റെ റേറ്റ് വരുന്നത് 5% ആണ്. പക്ഷേ കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 9% ആണ്. ഇനി ഈ വാറ്റ് എല്ലാവർക്കും രജിസ്ട്രേഷൻ എടുക്കണോ? വേണ്ട. വാറ്റ് രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരുന്നതെന്ന് പറയുന്നത് അവരുടെ ഒരു ത്രഷോൾഡ് ടാക്സ് ടേൺ ഓവർ ഉണ്ട്. അതായത് ഇപ്പം ഒരു ഓരോ കൺട്രീസിനും അത് ഓരോരോ എമൗണ്ടാണ് ത്രഷോൾഡ് വരുന്നത്. അപ്പോൾ ആ ത്രഷോൾഡ് ലിമിറ്റിനെ എക്സീഡ് ചെയ്യുവാണ് അവരുടെ ടേൺ ഓവറെങ്കിൽ മാത്രമാണ് ഇവർ എന്തെടുക്കേണ്ട മാൻഡേറ്ററി ആയിട്ട് വരുന്നുള്ളൂ. വാറ്റിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടത് മാൻഡേറ്ററി ആയിട്ട് ഉള്ളൂ. ഇനി വാറ്റിൽ വൺസ് ഇവർ രജിസ്ട്രേഷൻ എടുത്ത് കഴിയുമ്പോൾ ഇവർക്കൊരു 15 ഡിജിറ്റുള്ള ഒരു വാറ്റ് രജിസ്ട്രേഷൻ നമ്പർ ഇഷ്യൂ ചെയ്യും. അവരവരുടെ റെസ്പെക്റ്റീവ് ടാക്സ് അതോറിറ്റീസ് ഇഷ്യൂ ചെയ്യും. അപ്പോൾ ഈ വാറ്റ് രജിസ്ട്രേഷൻ നമ്പറും അതൊക്കെ ഓരോ കൺട്രീസിനും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ UAE എടുക്കുകയാണെങ്കിൽ അവരുടെ വാറ്റ് രജിസ്ട്രേഷൻ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറിനെ വിളിക്കുന്നത് TRN അഥവാ ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ സൗദി ആണെങ്കിൽ അവർക്ക് വാറ്റ് അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ വാറ്റ് രജിസ്ട്രേഷൻ നമ്പർ എന്നാണ് അവരുടെ ഈ വാറ്റ് രജിസ്ട്രേഷൻ നമ്പറിനെ വിളിക്കുന്നത്. ഇനി ബഹ്റൈൻ ആണെങ്കിൽ അതിന് വാറ്റ് അക്കൗണ്ട് നമ്പർ എന്ന് പറയും. ഒമാൻ ആണെങ്കിൽ ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ ടിൻ എന്ന് പറയും, അല്ലെങ്കിൽ വാറ്റ് രജിസ്ട്രേഷൻ നമ്പർ എന്നും പറയും. സിംപ്ലി നമ്മൾ പറയുന്നത് വാറ്റ് അക്കൗണ്ട് നമ്പർ അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷേ UAE ആണെങ്കിൽ എന്താണത്? TRN ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ. UAE കാര്യം മാത്രം സ്പെസിഫിക്കലി ഓർത്ത് വെച്ചാൽ മതി. ഇനി ഖത്തറിനും കുവൈറ്റിനും വാറ്റ് ഇല്ലാത്തതുകൊണ്ട് അവർക്കിതില്ല. ഇനി ഓരോ കൺട്രീസിൻ്റെയും രജിസ്ട്രേഷൻ്റെ ത്രഷോൾഡ് ലിമിറ്റ് ഏതാണെന്നുള്ളത് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. മാൻഡേറ്ററി ത്രഷോൾഡും വോളണ്ടറി ത്രഷോൾഡും 2 ലിമിറ്റാണ് വരുന്നത്. മാൻഡേറ്ററി ത്രഷോൾഡ് എന്ന് പറയുന്നത് ഈ ഒരു എമൗണ്ടിൽ കൂടുതൽ ടേൺ ഓവർ ആവുകയാണെന്നുണ്ടെങ്കിൽ അവർ മസ്റ്റായിട്ട് വാറ്റിൽ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. എന്നാൽ വോളണ്ടറി എന്ന് പറഞ്ഞാൽ ഈ ഒരു എമൗണ്ടിൻ്റെ മേളിൽ ഇത്രയും എമൗണ്ട് ഇപ്പോൾ ടേൺ ഓവറിൻ്റെ മേളിൽ വന്നാൽ മാത്രമേ അവർക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. അതാണ്. അതിപ്പോൾ UAE സൗദിയിലാണെങ്കിലും മാൻഡേറ്ററി ത്രഷോൾഡ് വരുന്നത് 3,75,000 ആണ്. ആൻഡ് ബഹ്റൈനിലാണെങ്കിൽ 37,500ഉം ഒമാനിലാണെങ്കിൽ 38,500ഉമാണ് വരുന്ന മാൻഡേറ്ററി ത്രഷോൾഡ്. എന്നാൽ വോളണ്ടറി ത്രഷോൾഡ് UAE വരുന്നത് 1,87,500ഉം സൗദിയിലാണെങ്കിൽ 1,87,500 തന്നെയാണ്. പിന്നെ ബഹ്റൈനിലാണെങ്കിൽ അവർക്ക് അങ്ങനെ സെപ്പറേറ്റ് വോളണ്ടറി ത്രഷോൾഡൊന്നുമില്ല. ഒമാനിലാണെങ്കിൽ അവർക്ക് വരുന്നത് 19,250 ആണ്. ഇനി അടുത്തത് വാറ്റ് നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ അക്കൗണ്ടിങ് പരമായിട്ട് നോക്കുമ്പോൾ നമ്മൾക്ക് വാറ്റിൻ്റെ ജേണൽ എൻട്രിയും ലെഡ്ജറും ഒക്കെ എഴുതാനായിട്ട് വരും. അപ്പോൾ ഈ ജേണൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് വാറ്റിൻ്റെ എൻട്രി മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ പർച്ചേസിൻ്റെയും സെയിൽസിൻ്റെയും ബേസിക് ആയിട്ടുള്ള എൻട്രി ഒന്ന് മനസ്സിലാക്കാം. പർച്ചേസ് ആണെങ്കിൽ എന്താണ്? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ഇൻപുട്ട് വാറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു സപ്ലയർ അക്കൗണ്ടാണ് വരുന്നത്. സെയിൽസ് ആണെങ്കിൽ കസ്റ്റമർ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് ടു ഔട്ട്പുട്ട് വാറ്റ് അക്കൗണ്ട്. ഇങ്ങനെയാണ് സെയിൽസിൻ്റെ എൻട്രി വരുന്നത്. ഇനി ഈ GCC വാറ്റിൽ 3 ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷനാണ് വരുന്നത്. ഫസ്റ്റ് ആണ് ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻ. ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു സെയിം കൺട്രിയുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന ട്രാൻസാക്ഷൻസിനെയാണ് ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ UAE എന്ന് പറഞ്ഞാൽ ആ കൺട്രിയുടെ ഉള്ളിൽ വരുന്ന 2 സ്റ്റേറ്റ്സ് ആണ് ദുബായ് ആൻഡ് ഷാർജ. അപ്പോൾ ദുബായിൽ നിന്നൊരു ട്രാൻസാക്ഷൻ ഷാർജയിലേക്ക് നടക്കുമ്പോൾ അതിനെ നമ്മൾ ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻ എന്ന് പറയും. ഇനി അടുത്താണ് ഇൻട്രാ GCC ട്രാൻസാക്ഷൻ, അതായത് 2 GCC കൺട്രീസിൻ്റെ ഇടയ്ക്ക് വരുന്ന ട്രാൻസാക്ഷൻസ്. ഫോർ എക്സാമ്പിൾ UAE ടു ബഹ്റൈനിലേക്ക് എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടക്കുവാണെങ്കിൽ അത് ഇൻട്രാ GCC ആണ്. GCCക്കുള്ളിൽ തന്നെ 2 കൺട്രീസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ. ഇനി അടുത്താണ് ഔട്ട്സൈഡ് GCC ട്രാൻസാക്ഷൻ, അതായത് ഒരു GCC കൺട്രി ഒരു നോൺ GCC കൺട്രിയും തമ്മിൽ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബഹ്റൈനിൽ നിന്ന് എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ഇന്ത്യയിലോട്ട് നടക്കുമ്പോൾ അതെന്താണ്? ഇന്ത്യ ഒരു GCC കൺട്രി ആണോ? അല്ല. അപ്പം GCC കൺട്രിയുടെ പുറത്തേക്കാണ് ട്രാൻസാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്സൈഡ് GCC ട്രാൻസാക്ഷൻ. അടുത്താണ് വാറ്റ് മെക്കാനിസം ആൻഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇത് മെയിനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. വാറ്റ് എന്ന് പറയുന്നത് നമ്മൾ സെയിൽസും പർച്ചേസും നടക്കുമ്പോൾ അതിൻ്റെ ഓരോ സ്റ്റേജിലും വാറ്റ് ചാർജ് ചെയ്യും. ഇപ്പോൾ ഒരു ബിസിനസ് ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു സർവീസ് എടുക്കുകയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യും? അവരുടെ സപ്ലയറിന് വാറ്റ് കൊടുക്കും. അതിനെയാണ് നമ്മൾ ഇൻപുട്ട് വാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ പർച്ചേസ് ചെയ്യണം, വാങ്ങുകയാണ്, അകത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ എന്താണ്? ഇൻപുട്ട് വാറ്റ്.
ഇനി ഒരു ബിസിനസ് അവരുടെ ഗുഡ്സ് കസ്റ്റമേഴ്സിന് സെല്ല് ചെയ്യാണ് അല്ലെങ്കിൽ സർവീസ് കൊടുക്കുകയാണ്. അപ്പോൾ അവർ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് വാറ്റ് കളക്ട് ചെയ്യും. അതായത് പുറത്തേക്ക് കൊടുക്കുകയാണ്, ഗുഡ്സ് എൻ്റെ കയ്യിൽ നിന്ന് പുറത്തോട്ട് പോവാണ്, ഔട്ട്പുട്ട്. അപ്പോൾ പുറത്തോട്ട് പോവാണ്, സെയിൽസ് നടക്കുകയാണ്. അപ്പോൾ എന്താണ്, അതിന് ഔട്ട്പുട്ട് വാറ്റ് എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ പർച്ചേസിന് വരുന്ന വാറ്റ്, ഔട്ട്പുട്ട് വാറ്റ് എന്ന് പറയുന്നത് സെയിൽസിന് വരുന്ന വാറ്റ്. ഇനി ഈ വാറ്റിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാനൊരു ഷോപ്പ് നടത്തുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും, ഗുഡ്സ് ഒക്കെ വാങ്ങിക്കും. എന്നിട്ട് ഞാൻ അതിനകത്ത് കുറച്ച് പ്രോഫിറ്റ് ഒക്കെ ആഡ് ചെയ്ത് കസ്റ്റമേഴ്സിന് വിൽക്കും. അതാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ സാധാരണ നമ്മളൊരു കടയിൽ ചെയ്യുന്ന പോലത്തെ ട്രാൻസാക്ഷൻ തന്നെ. അപ്പോൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സപ്ലയറിന് കൊടുക്കുന്ന വാറ്റ് എന്താണ്, ഇൻപുട്ട് വാറ്റ്. അതുപോലെ കസ്റ്റമേഴ്സിന് ഗുഡ് വിൽക്കുമ്പോൾ എന്താണ് കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്, ഔട്ട്പുട്ട് വാറ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് 1000 രൂപ വാല്യൂ ഉള്ള ഒരു ഗുഡ്, അത് ഞാൻ എൻ്റെ സപ്ലയറിൻ്റെ നിന്ന് പർച്ചേസ് ചെയ്തു. അതിന് വാറ്റ് റേറ്റ് വരുന്നത് 5%. അപ്പോൾ 1000 ദിർഹം AED എടുക്കാം. അപ്പോൾ നമുക്ക് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ കറൻസി വെച്ചിട്ട് നോക്കാം. അപ്പോൾ 1000 ദിർഹത്തിന് വാങ്ങി, അതിൻ്റെ കൂടെ 5% വാറ്റ് ഞാൻ ആഡ് ചെയ്യും. അപ്പോൾ എത്ര, 50 രൂപ. 50 രൂപയല്ല, 50 ദിർഹം വാറ്റ് വരും. അങ്ങനെ ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ എന്ന് പറയുന്നത് എത്ര ആവും, 1050 ദിർഹം ആയിരിക്കും. ഇനി ഞാൻ ഈ ഗുഡ്സിനെ ഒരു 10% പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് എൻ്റെ കസ്റ്റമറിന് വിൽക്കുകയാണ്. അപ്പോൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ വാറ്റ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള എമൗണ്ടിൻ്റെ മുകളിലായിരിക്കും. അപ്പം ഞാനിപ്പം 1000 ദിർഹത്തിൻ്റെ 10%, ദാറ്റ് ഈസ് 100 രൂപ. അതാണ് എൻ്റെ പ്രോഫിറ്റ്. രൂപയല്ല, 100 ദിർഹം. അപ്പോൾ 100 ദിർഹം പ്രോഫിറ്റ് ഇട്ട് ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഇത് ഞാൻ എൻ്റെ കസ്റ്റമറിന് കൊടുക്കുകയാണ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും, 1100 ദിർഹം ആയിരിക്കും എൻ്റെ സെല്ലിംഗ് പ്രൈസ് വരുന്നത്. ആൻഡ് ഇനി 1100ൻ്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് വാറ്റ് കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്യും. അതായത് 1100 ഇൻറ്റു 5%, ദാറ്റ് ഈസ് 55 ദിർഹം ഞാൻ എന്ത് ചെയ്യും, വാറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കസ്റ്റമറിൻ്റെ നിന്ന് വാങ്ങിക്കും. അപ്പോൾ എൻ്റെ ഇൻവോയ്സ് എത്ര ആയിരിക്കും, ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ എന്ന് പറയുന്നത്, ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ബില്ലിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും, 1155 ദിർഹം ആയിരിക്കും എൻ്റെ ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ വരുന്നത്. ഇനി ഈ 55 ദിർഹം മുഴുവനും ഞാൻ ഗവൺമെൻറ്റിലോട്ടൊന്നും അടയ്ക്കണ്ട. കാരണം ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയറിന് ഒരു 50 ദിർഹം വാറ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 50 രൂപ എന്ത് ചെയ്തു, ഇൻപുട്ട് വാറ്റായിട്ട് ഓൾറെഡി ഞാൻ കൊടുത്തതുകൊണ്ട് അത് ഞാൻ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ആയിട്ട് എടുക്കും. അതായത് ക്രെഡിറ്റ് എടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 50 ഞാനിങ്ങ് എടുക്കും. എന്നിട്ട് അതിൻ്റെ ബാക്കി മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, ഗവൺമെൻറ്റിന് അടയ്ക്കുന്നുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ അക്കൗണ്ടിങ് ലാംഗ്വേജിൽ പറയുന്നതാണ് വാറ്റ് ക്രെഡിറ്റ്, ഇൻപുട്ട് വാറ്റ് ക്രെഡിറ്റ് അങ്ങനെ പറയും. അപ്പം ഗവൺമെൻറ്റിന് അടയ്ക്കേണ്ടി വരുന്നത് ബാക്കി വരുന്ന ഈ 5 ദിർഹം മാത്രമാണ്. കാരണം ഓൾറെഡി എൻ്റെ കയ്യിൽ നിന്ന് എത്ര എടുത്തിട്ടുണ്ട്, സപ്ലയർ 50 ദിർഹം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഈ എൻ്റെ കസ്റ്റമറിൻ്റെ നിന്ന് ഞാൻ വാങ്ങിയ 55 50 ഞാൻ ഗവൺമെൻറ്റിന് കൊടുക്കണോ, വേണ്ട, 50 ഞാൻ എടുക്കുവാണ്. പകരം 5 മാത്രമേ ആർക്ക് കൊടുക്കുന്നുള്ളൂ, ഗവൺമെൻറ്റിന് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഗവൺമെൻറ്റിന് മൊത്തം ആ ഇൻവോയ്സിന് വരുന്ന 55 രൂപയുടെ വാറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പം നേരത്തെ 50 ഇപ്പോഴത്തെ 5 ഞാൻ കൊടുക്കുന്നതും ചേർത്ത് ഗവൺമെൻറ്റിന് കിട്ടി. അപ്പോൾ ഗവൺമെൻറ്റിനും സന്തോഷം, എനിക്ക് എൻ്റെ കാശ് എൻ്റെ കയ്യിൽ നിന്നൊന്നും ടാക്സ് ആയിട്ട് പോയിട്ടില്ല. ഞാൻ എൻ്റെ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്നാണ് ഫുൾ വരുന്ന വാറ്റും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വാറ്റ് എത്രയാണോ ഇനി ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടതെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഒരു ഫോർമുല യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് വാറ്റ് മൈനസ് ഇൻപുട്ട് വാറ്റ്. അത് ഞാൻ എത്ര വാറ്റിനാണോ ഞാൻ നേരത്തെ പർച്ചേസ് സമയത്ത് ഞാൻ എടുത്ത അതും, അതായത് ഇൻപുട്ട് വാറ്റും, പിന്നെ അതുപോലെ സെയിൽസിൻ്റെ സമയത്തുള്ള ഔട്ട്പുട്ട് വാറ്റും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ആ ഡിഫറൻസ് ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ്റിന് പേ ചെയ്യുന്നത്. ഗവൺമെൻറ് പറയുന്നത് എന്താണ്, നിങ്ങൾ ഓൾറെഡി സപ്ലയറിന് വാറ്റ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതേ ടാക്സ് വീണ്ടും അടയ്ക്കണ്ട. അപ്പോൾ അത് ഓൾറെഡി കൊടുത്ത വാറ്റ് കുറച്ചിട്ട് അപ്പം ബാക്കി മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അപ്പോൾ ശരിക്കും നോക്കുവാണെങ്കിൽ ഫൈനൽ ഈ ടാക്സ് മൊത്തം ഗവൺമെൻറ്റിന് കൊടുക്കുന്നത് ആരാണ്, ഈ കൺസ്യൂമറാണ്. ലാസ്റ്റ് വാങ്ങിയ ആളായിരിക്കും കൊടുക്കുന്നത്. അയാളുടെ നിന്ന് ഫുള്ളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സ് എടുക്കുന്നത്. ഇപ്പം എനിക്കതിൻ്റെ ബാധ്യത ഒന്നും വന്നില്ലല്ലോ. അപ്പം എൻ്റെ സപ്ലയറിനാണെങ്കിലും അവർക്കും ആ ടാക്സ് അടയ്ക്കേണ്ട ബാധ്യത ഒന്നും വരുന്നില്ല. സപ്ലയർ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് അടച്ചു, ഞാനതിൻ്റെ കസ്റ്റമറിനെ നിന്ന് എടുത്ത് അടയ്ക്കുന്നു. അപ്പം ഫൈനൽ ബർഡൻ വരുന്ന ആർക്കാണ്, എൻ്റെ കസ്റ്റമർ, അതായത് കൺസ്യൂമർ, ഫൈനൽ കൺസ്യൂമറിനായിരിക്കും വരുന്നത്. ഇനി അപ്പോൾ ബിസിനസ് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ടെമ്പററി ആയിട്ട് എമൗണ്ടിനെ കളക്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഫൈനൽ ബർഡൻ വരുന്നത് കൺസ്യൂമറിനാണ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, വാറ്റിനെ ഒരു ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നതും അതിൻ്റെ ഫൈനൽ ബർഡൻ വരുന്നത് ആർക്കാന്ന് പറയുന്നത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, അത് എൻഡ് കൺസ്യൂമറിനായിരിക്കും വരുന്നത് എന്നുള്ളതും പറഞ്ഞത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് വാറ്റ് മെക്കാനിസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമുക്ക് വാലിഡ് ആയിട്ടുള്ള ടാക്സ് ഇൻവോയ്സ് അല്ലെങ്കിൽ ബിൽസ്, അതിൻ്റെ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ക്രെഡിറ്റ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഒരു പ്രൂഫ് ഇല്ലാണ്ട് ഒരിക്കലും ഇത്ര രൂപ ടാക്സ് അടച്ചു അല്ലെങ്കിൽ എടുത്തു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് വാലിഡ് ആയിട്ടുള്ള ടാക്സ് ഇൻവോയ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് GCC വാറ്റിൻ്റെ ഓവർവ്യൂവിൽ നമ്മൾ നോക്കുന്നത്. ഇനി അടുത്തത് UAE വാറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം.